ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് അരുൺ വിജയ്, നമ്മുടെ നിമിഷ എന്നിവരാണ്. സോ മൂവിയുടെ പേരാണ് മിഷൻ ചാപ്റ്റർ 1. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള കാശ്മീർ റീജിയൻ ആണ്. അവിടെ കുറേ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് പട്ടാളക്കാർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിസിൽ അവർ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും കയറിയിട്ട് അവിടെ എല്ലാവരുടെയും ആധാർ കാർഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കാണുന്ന വീട്ടിൽ അവിടെയും ചെക്ക് ചെയ്യുമ്പോൾ ബഷീർ എന്ന് പറയുന്ന ആളുടെ ആധാർ കാർഡ് കൊടുക്കാൻ അയാൾ ആദ്യം വിസമ്മതിക്കുന്നു. അങ്ങനെ പട്ടാളക്കാർക്ക് ഡൗട്ട് തോന്നി അയാൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആ വീട്ടിലെ വലിയ മകനെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. സോ ആ സമയത്ത് ബഷീറിന്റെ മേലെ പട്ടാളക്കാർക്ക് സംശയം തോന്നുന്നു. ബഷീർ ഇത് മനസ്സിലാക്കിയിട്ട് ആ വീട്ടിലെ ഒരു കുഞ്ഞുകുട്ടിയെ ബന്ദിയാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ പട്ടാളക്കാർ വിട്ടുകൊടുക്കുന്നില്ല. ഈ സമയത്ത് സീൻ നേരെ ഷിഫ്റ്റ് ആയിട്ട് ആർമി സീനിയർ ഓഫീസേഴ്സിനെയാണ് കാണിക്കുന്നത്. അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ G20 മീറ്റ് നടക്കുമ്പോൾ വേൾഡ് ലീഡേഴ്സ് ഒക്കെ വരും. സോ അതാണ് ഈ ടെററിസ്റ്റുകളുടെ ടാർഗറ്റ് എന്ന് ഇവർ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെയും സീൻ ഷിഫ്റ്റ് ആയിട്ട് ബഷീറിനെ കാണിക്കുന്നു. ബഷീർ എന്ന പേര് വിളിക്കുമ്പോൾ അയാൾ പറയുന്നു എൻ്റെ പേര് ബഷീർ അല്ല, ഒമർ എന്നാണെന്ന്. ആ പേര് കേട്ടിട്ട് പട്ടാളക്കാർ 2 സ്റ്റെപ്പ് പുറകിലോട്ട് പോകുന്നു. G20 ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന മിഷൻ്റെ പേരാണ് മിഷൻ ദസറ. സോ ഈ മിഷൻ ദസറയെക്കുറിച്ച് ഈ ഓഫീസേഴ്സും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ആൾക്കാരും മനസ്സിലാക്കി എന്ന് അറിഞ്ഞ ഒമർ ഇവരെ എല്ലാവരെയും തീർക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നു. അപ്പോഴാണ് ഇയാളുടെ ഹെൽപ്പറായിട്ടുള്ള അസ്ഹർ ഒരു ഫോൺ കോൾ കൊടുക്കുന്നത്. ആ ഫോൺ കോളിൽ അസ്ലമാണ്. സോ അസ്ലമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് G20 മീറ്റിംഗ് 3 മാസത്തിനുള്ളിൽ നടക്കും. അതിനു മുമ്പ് നമുക്ക് പ്ലാൻ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ഇയാൾ പറയുന്നു. 3 മാസത്തിന് ശേഷമുള്ള സീനാണ് കാണുന്നത്. നമ്മുടെ ഹീറോ ഇപ്പോൾ ബാങ്കിലാണുള്ളത്. പുള്ളിക്കാരൻ എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ബാക്ക്ഗ്രൗണ്ടിലൊരു ന്യൂസ് കേൾക്കുന്നത്. ലണ്ടനിൽ ഇന്ത്യൻ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് 3 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. നമ്മുടെ ഹീറോ ഇത് വലിയ മൈൻഡ് ആക്കുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ബാങ്ക് മാനേജർ അങ്ങോട്ടേക്ക് വരുന്നത്. സോ മാനേജറിൻ്റെ അടുത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ ഹീറോ പറയും. എന്നാൽ മാനേജർ ചോദിക്കുന്നുണ്ട്, ഇത് തൻ്റെ മകളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തിരുന്നതല്ലേ, ഇതിപ്പോൾ വിഡ്രോ ചെയ്യണോ? അപ്പോൾ ഹീറോ പറയും, ഇപ്പോഴും എൻ്റെ മകൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത് വിഡ്രോ ചെയ്യുന്നത്. കാരണം അവൾക്കൊരു മേജർ സർജറി ഉണ്ട്, അതിനെനിക്ക് ക്യാഷ് അത്യാവശ്യമാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ മകളെ കാണിക്കുന്നു. പുള്ളിക്കാരത്തി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇഞ്ചക്ഷനൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. ആ സമയത്ത് നഴ്സ് പറയുന്നു, ഒന്നും ആലോചിച്ച് പേടിക്കണ്ട, ഇപ്പം സന്തോഷമുള്ള എന്തെങ്കിലും ആലോചിക്കാൻ പറയുന്നു. ആ സമയത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ കുട്ടിയെടുത്ത് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, ഞാനും അച്ഛനുമായിട്ട് ലോങ് ഡ്രൈവിന് ജീപ്പിൽ പോകുന്ന കാര്യമാണ് ഞാൻ ആലോചിച്ചതെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഇഞ്ചക്ഷൻ പേടിയില്ലാതായതെന്നും പറയുന്നു. ആ സമയത്ത് ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ അതേ ജീപ്പ് തന്നെ തൻ്റെ കൂട്ടുകാരനെ വിൽക്കുന്നു 8 ലക്ഷം രൂപയ്ക്ക്. കാരണം പുള്ളിക്ക് പൈസ തികഞ്ഞിട്ടില്ല. ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാനാണ് ഈ മേജർ സർജറി. സോ കാരണം നമ്മുടെ സന, അതായത് നമ്മുടെ ഹീറോയുടെ മകൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതിലാണ് ഇങ്ങനെ സംഭവിച്ചത്. സോ ആ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും മെമ്മറി ലോസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ അതേ എന്ന് പറയുന്നു. ഡോക്ടർ പറയുന്നു, ഇനിയും ഇത് വെച്ച് ഡിലേ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ലണ്ടനിലേക്ക് പോകണം. ലണ്ടനിലെ ജെയിംസ് പീറ്റർ ഹോസ്പിറ്റലാണ് ഈ സർജറിക്ക് വേണ്ടിയുള്ള ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. അതിനു വേണ്ടിയുള്ള പണം റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ 30 ലക്ഷം രൂപ റെഡി ആണ് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ മകളെയാണ് കാണിക്കുന്നത്. സന അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛാ എനിക്ക് എന്താണ് സംഭവിച്ചത്? അച്ഛൻ പറയുന്നുണ്ട്, ഒന്നുമില്ല മോളെ, ചെറിയൊരു അസുഖം, അത് നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറയുന്നു. അതിനുശേഷം പൈസ അറേഞ്ച് ചെയ്യുന്നതിനായിട്ട് ബാങ്ക് മാനേജറിനെ വിളിക്കുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട് 7 ദിവസത്തിനുള്ളിൽ പൈസ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. പക്ഷെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് അത്രയും ദിവസമൊന്നുമില്ല, എനിക്ക് നാളെ തന്നെ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കി തരണമെന്ന് പറയുന്നു. പൈസ കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് സേട്ടിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ വരികയാണ്. സോ സേട്ട് ഒരാളുടെ കോണ്ടാക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അയാളുമായിട്ട് സംസാരിച്ച് നമ്മുടെ ഹീറോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പൈസ. ആ സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിനക്ക് ഹവാല പൈസയൊന്നും ഇഷ്ടമല്ല എന്നറിയാം. നമ്മുടെ ഹീറോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി ഹീറോ എന്തും ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ്. അങ്ങനെ ഹീറോ ഫൈനലി ലണ്ടനിലെത്തിയിട്ടുണ്ട്. ലണ്ടനിൽ തന്നെയാണ് ഒമറും ഉള്ളത്. സോ നമ്മുടെ ഹീറോ മകളുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മകൾ തല ചുറ്റി വീഴുന്നു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് ചെല്ലുന്നു. അവിടെയുണ്ട് നമ്മുടെ നഴ്സായിട്ടുള്ള നിമിഷ. സോ നിമിഷ നമ്മുടെ ഹീറോയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഡോക്ടേഴ്സൊക്കെ ടെസ്റ്റിന് വേണ്ടി എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഹീറോ നിമിഷയെടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ ടെസ്റ്റ് എല്ലാം നാട്ടിൽ വെച്ച് തന്നെ എടുത്തതാണ്. അപ്പം നിമിഷ പറയുന്നുണ്ട്, അത് പറ്റില്ല, ഇവിടെ വരുമ്പോൾ ഫ്രഷ് ആയിട്ട് പുതിയ ടെസ്റ്റ് എടുക്കേണ്ടി വരും എന്ന് പറയുന്നു. നിമിഷയെടുത്ത് ഹീറോ പറയുന്നു, എൻ്റെ മകൾക്ക് അവൾക്കൊരു സർജറി ഉള്ള കാര്യമൊന്നും അറിയില്ല, എന്തോ ചെറിയ അസുഖമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്.
പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഈ സത്യങ്ങളൊന്നും അറിയാതെ നോക്കണം എന്ന് പറയുന്നു. എന്നിട്ട് പൈസ അറേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഹീറോ ഈ സേട്ട് പറഞ്ഞ ആളെ കാണാൻ പോകുന്നു. സോ അയാൾ 10 രൂപ നോട്ട് സേട്ട് നേരത്തെ ഒരു ടോക്കണായിട്ട് കൊടുത്തത് വാങ്ങിച്ചിട്ട് പൈസ എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഹീറോ എടുത്ത് പറയുന്നു. നിമിഷയും നമ്മുടെ ഹീറോയുടെ മകളായിട്ടുള്ള സനയും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യുകയാണ്. അവർ ഭയങ്കര കമ്പനിയായി മാറി. സോ ആ സമയത്ത് നിമിഷ നമ്മുടെ ഹീറോയുടെ മകളടുത്ത് പറയുന്നു, അച്ഛനെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അച്ഛന് ചെറിയൊരു അസുഖമുണ്ട്, സോ അച്ഛൻ്റെ അസുഖം ഭേദമാകുന്നത് വരെ മോളും ഇവിടെ നിൽക്കണം എന്നുള്ള രീതി പറയുന്നു. സോ മോൾ അത് കേൾക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോയ്ക്ക് ഒരു കോൾ വരെയാണ്, വിളിച്ചത് അൻവറാണ്. അൻവർ പറയുന്നുണ്ട്, ഒമറും നീ ഉള്ള സ്ഥലത്താണുള്ളത്, മകൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നു. സോ ഒമറിൻ്റെ പേര് കേൾക്കുമ്പോഴേ ഹീറോയ്ക്ക് ഒരു ചെറിയ ദേഷ്യമുണ്ട്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, എനിക്ക് അവനെക്കുറിച്ചൊന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിൽ. ഇവിടെ നമുക്ക് മനസ്സിലാകും ഒമറും ഹീറോയും തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം. അതിനുശേഷം നമ്മൾ കാണുന്നത് നിമിഷയാണ്. നിമിഷ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരോ ഒരാൾ നിമിഷയെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നിമിഷയുടെ ബ്രദറായിട്ടുള്ള ഒമറാണ്. സോ ഒമർ പൈസ ചോദിക്കുന്നു. ഒമർ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് നിമിഷ പൈസ കൊടുക്കുന്നില്ല. സോ അതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. നിമിഷ രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് ഹീറോ പാർക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. സോ നിമിഷയ്ക്ക് മനസ്സിലാകും ഹീറോ ഹോട്ടലിൽ പോകാതെ അവിടെയാണ് നിന്നത് എന്നുള്ള കാര്യം. സോ ഹീറോയുടെ ഇത് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, പൈസ എല്ലാം എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ സേവ് ചെയ്യുകയാണ്, അതെനിക്ക് ഹോട്ടലിനും വേറെ എൻ്റെ എക്സ്പെൻസിന് വേണ്ടി ചിലവാക്കാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ല എന്നുള്ള കാര്യം. നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്തുകൊണ്ട് ഒമറിൻ്റെ ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ഹീറോ ഡോക്ടറിനെ കണ്ടു, മകളുടെ ടെസ്റ്റ് റിസൾട്ടൊക്കെ കാണിച്ചു. അതൊക്കെ നോർമൽ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇനി മൺഡേ ഓപ്പറേഷൻ നടത്താമെന്ന്. അപ്പോൾ എല്ലാം സെറ്റാണ്. നമ്മുടെ ഹീറോ പോക്കറ്റ് സെർച്ച് ചെയ്തപ്പോൾ അവിടെ വാലറ്റ് കാണുന്നില്ല. സോ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. ആ സമയത്ത് നിമിഷ കണ്ടെത്തി കൊടുത്തു. സോ ആ വാലറ്റ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 10 രൂപ നോട്ട്. സോ അപ്പം നിമിഷയ്ക്ക് മനസ്സിലായി ഇത് ഹവാലയാണല്ലേ. എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നിമിഷ പറയുന്നു. സോ ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നു. തോമസിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള 10 രൂപ നോട്ട് തട്ടിയെടുക്കണം, പൈസ കൈക്കലാക്കണം. സോ അതിനുശേഷം ഒമറിനെയാണ് കാണിക്കുന്നത്. ഒമറിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ലണ്ടനിൽ അറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ജയിലിൽ നിന്ന് അവരെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സോ ജയിലിൽ 35 ഏക്കറാണ് ജയിൽ വരുന്നത്. അതിൽ 3 ബ്ലോക്കായിട്ടാണ് ഉള്ളത്. അഡ്മിൻ ബ്ലോക്ക്, ജയിൽ ബ്ലോക്ക്, പിന്നെ ഡൈനിങ് ബ്ലോക്ക്. സോ ജയിലിൻ്റെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ 2 ഗ്യാങ് ആയിട്ടാണ് ആൾക്കാരുള്ളത്. ഒന്ന് ഡ്രഗ് ഗ്യാങ്ങും പിന്നെ ഒന്ന് സീരിയൽ ഗ്യാങ്ങും ഉണ്ട്. സോ ഇതെല്ലാം ക്യാമറ റിലേറ്റഡ് ആയിട്ടാണ് ഇവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ജയിലിൻ്റെ സൂപ്പർവൈസർ നീൽ ജോൺസൺ ആണ്. അതുപോലെ തന്നെ കസ്റ്റോഡിയൽ മാനേജർ, അതായത് ജയിലറായിട്ടുള്ള നമ്മുടെ ഹീറോയിനായിട്ട് എമി ജാക്സൺ ആണുള്ളത്. സോ പുള്ളിക്കാരത്തിയുടെ ആൻസിസ്റ്റേഴ്സൊക്കെ നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളതെന്ന് ഒമറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആൾ പറയുന്നു. ഒമർ ഈ ജയിലിൽ പെട്ട ഒമറിന്റെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളെ ജയിലിലേക്ക് പറഞ്ഞു വിടും. അയാൾ വേസ്റ്റ് എടുക്കുന്ന പോലെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് എന്തോ റെഡ് കളർ ബാഗ് ഉണ്ട്. സോ അത് എമി ജാക്സൺ നോട്ടീസ് ചെയ്യും. പുള്ളിക്കാരത്തി വന്നിട്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നീല് വരുന്നത്. എന്നിട്ട് അയാളെടുത്ത് പോകാൻ പറയും. നീലും ഒമറിന്റെ ആളാണ്. നമ്മുടെ ഹീറോ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോമസ് കുറച്ച് ആൾക്കാരെ നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്നും പേഴ്സ് തട്ടിയെടുക്കാൻ വേണ്ടി പറഞ്ഞു വിടും. സോ ബസ്സിനകത്ത് ഈ ആൾക്കാർ നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഹീറോ തിരിച്ച് ഫൈറ്റ് ചെയ്യും. സോ അവിടെ ഒരു സൂപ്പർ ഫൈറ്റ് ആണ് നടക്കുന്നത്. സോ ഫൈറ്റിനുള്ളിൽ അവിടെ കുറേ പോലീസ് ആൾക്കാർ വരും. നമ്മുടെ ഹീറോയെ അങ്ങനെ ഫൈനലി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്തതിനാണ് ഹീറോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഫൈറ്റിനിടയ്ക്ക് പോലീസും പെട്ടതുകൊണ്ട് തന്നെ പോലീസിനും കിട്ടി 5-6 അടി. സോ ആ സമയത്ത് ഹീറോയുടെ പോക്കറ്റിൽ നിന്നും ഫോൺ താഴെ പോകുന്നു. ആ ഫോൺ കിട്ടുന്നത് തോമസിനാണ്. തോമസ് ആ ഫോൺ എടുത്തു വെക്കുന്നുമുണ്ട്. സോ ഹീറോയെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. എമി ജാക്സണുള്ള ജയിലിലേക്കാണ് ഹീറോയെ കൊണ്ടുവരുന്നത്. ഹീറോ തൻ്റെ സാധനങ്ങൾ എവിടെയാണ് വെക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആളുകളെടുത്ത് തൻ്റെ കാര്യം സംസാരിക്കാൻ നോക്കുന്നു. ആരും കേൾക്കുന്നില്ല. അവസാനം എമി ജാക്സൺ ഹീറോ പറയുന്നത് കേൾക്കുന്നു. ഹീറോ പറയുന്നുണ്ട് തൻ്റെ മകളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യം. സോ ആ സമയത്ത് മകളുള്ള ഹോസ്പിറ്റലിൽ നിന്നും നിമിഷ നമ്മുടെ ഹീറോയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് തോമസിനാണ് കോൾ പോകുന്നത്. തോമസ് ഫോൺ എടുക്കുന്നുമില്ല. ഇതേപോലെ തന്നെ ജയിലിൽ നിന്നും എമി ജാക്സൺ തോമസിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് തോമസ് കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറഞ്ഞതുപോലെ ഹീറോയുടെ മകളെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തോമസ് ഇല്ല എന്ന് പറയുന്നു. അത് പച്ചക്കള്ളമാണെന്ന് ഹീറോ വിളിച്ചു പറയുന്നുമുണ്ട്. സോ ആ സമയത്ത് ഒരു സിക്ക് ഹീറോയുടെ കഥയെല്ലാം കേൾക്കുന്നു.
പുള്ളിക്കാരൻ ഇങ്ങോട്ടേക്ക് വന്നത് തൻ്റെ വൈഫിനെ ഡിസ്റ്റർബ് ചെയ്ത കുറേ ആൾക്കാരെ പെരുമാറിയത് കൊണ്ടാണ്. സോ പുള്ളിക്കാരൻ നാളെ റിലീസാകും. സോ നമ്മുടെ ഹീറോയെ ഹെൽപ്പ് ചെയ്യാം എന്ന് പുള്ളിക്കാരൻ പറയുന്നു. നമ്മുടെ സർദാർജി ഹീറോ എടുത്തൊരു കാര്യം പറയുന്നു. ഈ ജയിലിലെ ക്രിമിനൽസ് ഒക്കെ 2 ഗ്യാങ്ങിലാണുള്ളത്. ഒന്ന് ഡ്രഗ് അഡിക്ട്സിന്റെ ഗ്യാങ്ങും മറ്റത് സീരിയൽ കില്ലേഴ്സിന്റെ ഗ്യാങ്ങും. ഈ 2 ഗ്യാങ്ങിൽ നിന്നും നീ സൂക്ഷിച്ചു കൊള്ളണം എന്ന് സർദാർജി പറയുന്നു. സോ ഹീറോ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നു. ഹീറോ ഫുഡ് എടുത്ത് ടേബിളിൽ പോയി ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ക്രിമിനൽസ് ഒക്കെ നമ്മുടെ ഹീറോയെ തുറച്ചു നോക്കുന്ന പോലെ ഹീറോയ്ക്ക് തോന്നും. എന്നിട്ട് അതിലുള്ള ഒരാൾ നമ്മുടെ ഹീറോയുടെ ഫുഡ് എടുത്ത് കഴിക്കും. സോ ഹീറോ ഒന്നും പറയില്ല. എന്നിട്ടും അയാൾ നമ്മുടെ ഹീറോയെ തല്ലും. സോ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് തല്ല് കിട്ടുന്നു. പോലീസ് അങ്ങോട്ടേക്ക് വരുന്നു. തല്ലിയ ആളെ പിടിച്ചു മാറ്റുന്നു. ആ സമയത്ത് സർദാർജി പറയുന്നുണ്ട്, നല്ല കാര്യം നീ ആ തല്ലിലൊന്നും ഇടപെട്ട് തിരിച്ചു തല്ലാതിരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് 6 മാസം കൂടി ശിക്ഷ കിട്ടിയേനെ എന്ന് പറയുന്നു. ഇനി ഇപ്പം തന്നെ പോലീസുകാരെ തല്ലിയത് കൊണ്ട് നിനക്ക് 1 വർഷം വരെ തടവ് കിട്ടാൻ സാധ്യതയുണ്ടെന്നും സിക്ക് പറയുന്നു. സർദാർജി എടുത്ത് നമ്മുടെ ഹീറോ മകളുടെ ഓപ്പറേഷൻ്റെ കാര്യം പറയുന്നു. എന്നിട്ട് പറയുന്നു നാളെയാണ് അവളുടെ ഓപ്പറേഷൻ എന്നുള്ള കാര്യം. സർദാർജി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് നാളെ റിലീസ് ആവുകയല്ലേ, സോ ഞാൻ നാളെ മകളെ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് 30 ലക്ഷം രൂപയാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. സോ സർദാർജി പറയുന്നു അത്രയും പൈസ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. സോ ഹീറോ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഹവാല പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയുണ്ട്, സോ അത് നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നു. ആ സമയത്ത് ജയിലറിനെ കാണാൻ വേണ്ടി ഹീറോ ചെല്ലുകയാണ് ഈ പൈസ എടുക്കുന്നതിന് വേണ്ടി. ജയിലറായിട്ടുള്ള എമി ജാക്സൺ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഹീറോ. എന്നാൽ അവിടെ നീലുണ്ട്. നീല് നമ്മുടെ ഹീറോയ്ക്കിട്ട് 2 കൊടുത്തിട്ട് സെല്ലിലേക്ക് തിരിച്ചു പോകാൻ പറയുന്നു. എമി ജാക്സന്റെ അടുത്ത് വീട്ടിലേക്ക് പോകാനും പറയുന്നു. എന്നാൽ എമി ജാക്സൺ വീട്ടിലേക്ക് പോകുന്നില്ല. സോ അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ഒമർ അയച്ച ആൾക്കാർ ജയിലിന്റെ പുറത്തൊരു ട്രക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഒമർ നീലിൻ്റെ അടുത്ത് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുന്നു നമുക്കിത് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള രീതിയിൽ. അതിന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് നീല് റിപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഹീറോയിൻ ഇപ്പോഴും പോയിട്ടില്ല. അതായത് എമി ജാക്സൺ ഇപ്പോഴും അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്. അത് നീല് കാണുന്നുണ്ട്. കുറച്ച് ഓഫീസേഴ്സ് അവരുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് എന്തോ ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ സംശയം തോന്നുകയും ചെയ്യുന്നു. നെറ്റ്വർക്ക് ജാമർ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നെറ്റ്വർക്ക് കിട്ടാത്തത്. സോ അത് ജാം ആയിട്ട് ഇരിക്കുകയാണ്, സിഗ്നലൊന്നുമില്ല. ഇവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കും ആരോ ഒരാൾ ഹാക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ക്രിമിനൽസിൻ്റെ എല്ലാവരുടെയും അവരുടെ ജയിലുകൾ ഓപ്പൺ ആയിട്ട് അവരെ റിലീസ് ആയിരിക്കുകയാണ്. സോ ഇത് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ ഹീറോയും അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഹീറോയിൻ പല രീതിയിൽ ശ്രമിക്കുകയാണ് ജയിലെല്ലാം ക്ലോസ് ചെയ്യാൻ, പക്ഷേ പറ്റുന്നില്ല. ഇങ്ങനെ ക്രിമിനൽസ് എസ്കേപ്പ് ആവാൻ നോക്കുന്ന സമയത്താണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ അതിന് നീല് സമ്മതിക്കുന്നില്ല. നീല് പറയുന്നുണ്ട് നീ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ നിന്റെ ജീവൻ അത് ആപത്താണെന്നുള്ള രീതിയിൽ. സോ ഇങ്ങനെ എസ്കേപ്പ് ആവുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഹീറോ ഉണ്ടായിരുന്നു. എന്നാൽ ഹീറോയ്ക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുന്നു, ഞാനിപ്പോൾ എസ്കേപ്പ് ആവുകയും പിന്നെ എന്നെ പിടിക്കുകയും ചെയ്താൽ എൻ്റെ ശിക്ഷ കൂടും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഹീറോ പോയി ലോക്കറിൽ നിന്നും തൻ്റെ 10 രൂപ നോട്ട് എടുത്തിട്ട് തിരിച്ച് ജയിലിൽ പോയി കിടക്കും. എന്നിട്ട് ആ നോട്ട് സിംഗിന് കൊടുക്കുകയും ചെയ്യും, നാളെ റിലീസായി പോകുമ്പോൾ നമ്മുടെ ഹീറോയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഈ സമയത്താണ് ഒമർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് എല്ലാ ജയിൽവാസികളെടുത്തും അവിടെ നിന്ന് ചാടി പോകാൻ പറയുന്നു. ഈ സൗണ്ട് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്. ഹീറോ കേട്ടത് ഞെട്ടുകയും ചെയ്യുന്നു. ആ സൗണ്ട് ഒമറിൻ്റെതാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. ആ സമയത്താണ് അൻവർ പറഞ്ഞ കാര്യം ഹീറോയ്ക്ക് ഓർമ്മ വരുന്നത്, ഒമർ ലണ്ടനിൽ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഹീറോ ചിന്തിക്കുന്നു എന്ത് നടക്കരുത് എന്ന് വിചാരിച്ചോ അതാണ് നടക്കാൻ പോകുന്നത്, എന്നാൽ അത് നടക്കാൻ സമ്മതിക്കരുത്. ഹീറോ ജയിൽ ചാടാൻ പോകുന്ന ക്രിമിനൽസിൻ്റെ അടുത്തേക്ക് പോകുന്നു. ജയിൽ ചാടാൻ നോക്കുന്നവരെ എല്ലാം പിടിച്ചു വരച്ച് താഴെയിടുന്നു. എന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹീറോ. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നത്. അതായത് മുൾക്കമ്പി അവിടെ ഉണ്ട്, അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ. അത് ആരോ ഓഫ് ചെയ്തിട്ടുണ്ട്. സോ മെയിൻ പവർ റൂമിലേക്ക് പോയി അത് ഓൺ ആക്കുകയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ കറണ്ട് അടിച്ച് പല ക്രിമിനൽസും താഴെ വീഴുകയും ചെയ്യുന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ഹീറോ ഇങ്ങനെ ക്രിമിനൽസിനെ തടയുന്നത് കാണുകയും ചെയ്യുന്നു. വേറെ ഏതെങ്കിലും വഴി ക്രിമിനൽസ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഹീറോയിൻ അതറിയില്ല. എന്നാൽ അത് ബ്ലൂ പ്രിന്റ് നോക്കിയാൽ മനസ്സിലാകും എന്ന് ഹീറോ പറയുന്നു. ബ്ലൂ പ്രിന്റ് എവിടെയാണെന്ന് ഹീറോയിന് അറിയില്ല. അത് ഡ്രോയറിൻ്റെ താഴെ ഉണ്ടെന്ന് ഹീറോ പറയുമ്പോൾ അത് കേട്ട് ഹീറോയിൻ ഞെട്ടുന്നു. കാരണം ഹീറോയ്ക്ക് എങ്ങനെ അറിയാം അത് അവിടെയാണ് എന്നുള്ളത്. സോ ആ സമയത്ത് ബ്ലൂ പ്രിന്റ് നോക്കിയിട്ട് ഹീറോ പറയുന്നുണ്ട് ഇപ്പോൾ 787 ജയിൽ പുള്ളികളാണ് ഇവിടെ ഉള്ളത്, എന്നാൽ 3 പേരെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 3 ആൾക്കാർ ഈ വേറെ വഴി രക്ഷപ്പെടാനാണ് സാധ്യത. സോ അവർ വേറെ ഏത് വഴി രക്ഷപ്പെടാനാണ് സാധ്യത എന്നുള്ള രീതി നോക്കുമ്പോൾ അത് ഡ്രെയിനേജ് സിസ്റ്റം വഴിയാണ് എന്ന് ഹീറോയും കൂടി കണ്ടുപിടിക്കുന്നു. ആ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഈ 3 ആൾക്കാരും ആ വഴി തന്നെയാണ് എന്ന് നിനക്ക്
ഉറപ്പുണ്ടോ? അത് ഉറപ്പാണ് എന്ന് ഹീറോ പറയുന്നു. കാരണം ഇവിടെയുള്ളത് കറുത്ത മണ്ണാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഈ 3 ആൾക്കാരുടെയും ഷൂസിൽ ചുമന്ന മണ്ണ് കണ്ടിട്ടുണ്ട്. അത് ഈ ഡ്രെയിനേജിൻ്റെ അവിടെ ഉള്ളതാണ് എന്ന് ഇവർ ഉറപ്പുവരുത്തുന്നു. ആ സമയത്ത് ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതായത് മെയിൻ വാട്ടർ പമ്പ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ എന്നുള്ള പ്ലാൻ. സോ അപ്പോൾ മുങ്ങിയിട്ട് ഇവർ ഇവിടെ നിന്ന് പുറത്ത് വരും എന്നുള്ളത് ഹീറോയും ഹീറോയിനും കൂടെ തീരുമാനിക്കുന്നു. സോ അങ്ങനെ വെള്ളം അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് ഇവർ. അങ്ങനെ 3 ആൾക്കാരെ നമ്മുടെ ഹീറോ പിടിക്കുകയാണ്. ഇതെല്ലാം ഒമർ CCTV വഴി കാണുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട് ഈ 3 ആൾക്കാരെ ഇന്റർപോൾ അറസ്റ്റ് ചെയ്തതാണ്, അതായത് RDX എക്സ്പോർട്ട് ചെയ്തത് കൊണ്ട്. സോ അങ്ങനെ ഒമർ ഇത് കണ്ടതിന് ശേഷം നമ്മുടെ ഹീറോ എടുത്ത് സംസാരിക്കാൻ പോകുന്നു. ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഹീറോയും ഒരു ജയിലർ ആയിരുന്നു എന്നുള്ള കാര്യം. ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജയിലർ ആയിരുന്നു. എല്ലാ ക്രിമിനൽസിനും ഹീറോയെ ഭയങ്കര പേടിയായിരുന്നു. ആ സമയത്താണ് ഒമറിൻ്റെ ആളായിട്ടുള്ള ബഷീർ അങ്ങോട്ടേക്ക് വരുന്നത്. സോ ആ സമയത്ത് ഹീറോ ബഷീറിനെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നു. ബഷീറിൻ്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ഹീറോ ശ്രമിക്കുന്നുണ്ട്. ഹീറോയെ വിളിച്ചിട്ട് ഹീറോയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒമർ. എന്നാൽ ഹീറോ അതിന് വഴങ്ങുന്നില്ല. ഹീറോ ബഷീറിനെ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. അങ്ങനെ ബഷീറിന് നാർക്കോ ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവർ മനസ്സിലാക്കുന്നത് G20 ലീഡേഴ്സാണ് ഇവരുടെ ലക്ഷ്യമെന്നും അതിനുവേണ്ടി ലണ്ടനിൽ നിന്നും ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഉള്ള കാര്യം നമ്മുടെ ഹീറോ അറിയുന്നു. അന്നത്തെ പ്ലാൻ തകർത്തതും ഹീറോയാണ്. ഇന്നും ഹീറോ തന്നെയാണ് പ്ലാനുകൾ തകർത്തത്. സോ ഈ സമയത്താണ് ഹീറോയുടെ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നത്. ഈ സംഭവത്തിന്റെ റിവഞ്ച് കാരണം ഒമർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയും വൈഫും മകളും കൂടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ബോംബ് ചെയ്യും. സോ ആ ബോംബ് ബ്ലാസ്റ്റിലാണ് ഹീറോയുടെ വൈഫ് മരിച്ചു പോകുന്നതും മകൾക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ 3 ആൾക്കാരെ രക്ഷപ്പെടുത്താനാണ് ഈ ഒമർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നു. അത് നടക്കാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത് എന്നും പറയുന്നു. ആ സമയത്ത് സർദാർജി പറയുന്നുണ്ട്, നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അതെല്ലാം പോലീസ് നോക്കിക്കോളും, നീ നിന്റെ മകളുടെ നാളത്തെ ഓപ്പറേഷനെ കുറിച്ച് നോക്കിയാൽ മതി എന്ന് സർദാർജി പറയുന്നു. ആ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, എൻ്റെ മകളെ പോലെ 10,000 കുട്ടികൾ മരിച്ചു വീഴും ഇനി അവരുടെ ആ മിഷൻ നടക്കാൻ അനുവദിച്ചാൽ എന്ന് പറയുന്നു. ഹീറോയിൻ പറയുന്നുണ്ട് ഈ ജയിൽ മൊത്തം ഇപ്പോൾ ഒമറിൻ്റെ കൺട്രോളിലാണുള്ളത്. എന്നാൽ നാളെ രാവിലെ 4 മണിക്ക് ഒരു പോലീസ് ചോപ്പർ വരും. സോ ആ സമയത്ത് നമുക്ക് സിഗ്നൽ കൊടുത്ത് അവരുടെ ഹെൽപ്പ് തേടാം എന്ന് ഹീറോയിൻ പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഈ കാര്യം എന്തായാലും ഒമറിന് അറിയായിരിക്കും. 4 മണിക്ക് മുമ്പ് കാര്യങ്ങൾ ചെയ്തിട്ട് പോകാം എന്നതാണ് ഒമറിൻ്റെ പ്ലാൻ എന്നിവർ മനസ്സിലാക്കുന്നു. ആ സമയത്ത് ഒമർ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മകളെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുന്നു. ആ സമയത്ത് ഹീറോയിൻ്റെ മകളുടെ വാർഡിലുള്ളത് തോമസ് ആണ്. തോമസിന് കുറച്ച് പൈസ കൊടുത്തിട്ട് മകളെ തട്ടിക്കൊണ്ടുവരാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മകൾ ഇപ്പോൾ ഒമറിൻ്റെ കയ്യിലാണുള്ളത്. ഒമർ പറയുന്നുണ്ട് ഈ 3 ആൾക്കാരെ വിട്ടയച്ചില്ലെങ്കിൽ നിന്റെ മകളെ ഞാൻ കൊന്നുകളയുമെന്ന്. ആ സമയത്ത് ഹീറോയിൻ പാനിക്കാകുന്നു. എന്നാൽ ഹീറോ പാനിക്കാകുന്നില്ല. ഹീറോ കേട്ടിട്ട് പറയുന്നു, എൻ്റെ കണ്ണിൽ ഭയം കാണുന്നത് വരെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എൻ്റെ മകളെ ഞാൻ വളർത്തിയത് ഞാൻ ഒരു പോലീസുകാരൻ ആണെന്ന് അറിയിച്ചിട്ടാണ്. അതുകൊണ്ട് അവളുടെ കാര്യം അവൾക്ക് നോക്കാൻ പറ്റുമെന്ന് ഹീറോ വിശ്വസിക്കുന്നു. ആ സമയത്ത് നമ്മുടെ സനക്കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ട് പക്ഷേ തിരിച്ച് തോമസിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിമിഷ വരുന്നതും തോമസിനെടുത്ത് പെരുമാറുന്നതും നമ്മുടെ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതും. കിച്ചനുള്ള ക്രിമിനൽസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒമർ പറയുന്നു. സോ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പോലീസുകാരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുകയും ഒമറിന് ആവശ്യമുള്ള 3 ആൾക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താം എന്നാണ് പുള്ളിയുടെ പ്ലാൻ. സോ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് എൻ്റർ ആകുന്നത്. ഹീറോ ഇവരെല്ലാം കൗണ്ടർ ചെയ്യുന്നുണ്ട്, എല്ലാവരും അടിച്ച് ശരിയാക്കാണ്. ഒരു ടൈം എത്തുമ്പോൾ ഈ ക്രിമിനൽസ് എല്ലാം കൂടി നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാണ്. ആ സമയത്താണ് നമ്മുടെ സർദാർജി ഇറങ്ങി ഇവരെല്ലാം കൗണ്ടർ ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടി അടിച്ച് ശരിയാക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ സർദാർജി അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ വിചാരിക്കുന്നു വെപ്പൺസ് ഉണ്ടെങ്കിൽ ഇവരെ പെട്ടെന്ന് കൗണ്ടർ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ വെപ്പൺ റൂമിൽ പോയി വെപ്പൺസ് എടുത്ത് ഇവരെ ഷൂട്ട് ചെയ്ത് ഇവരെ ലോക്ക് ചെയ്യുകയാണ് നമ്മുടെ ഹീറോയും സർദാർജിയും കൂടി. ഈ സമയത്ത് നീല് ഒമറിൻ്റെ 3 ആൾക്കാരെ റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയും എന്നെ അടിച്ചിട്ടിട്ട് അവരെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം. ഈ 3 ആൾക്കാരെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് സിംഗും ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഹീറോ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോയുടെ പോക്കറ്റിൽ നിന്നും ആ 10 രൂപ നോട്ട് താഴെ വീഴുന്നുണ്ട്. അത് എടുക്കാൻ വേണ്ടി സിംഗ് അങ്ങോട്ടേക്ക് പോകുന്നു. സിംഗ് തിരിച്ചു കയറാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ ഒമറിൻ്റെ ആൾക്കാർ സിംഗിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നീലും വരുന്നുണ്ട്. പക്ഷെ നീല് ഹെൽപ്പ് ചെയ്യുന്നില്ല. മുറിവേറ്റ നമ്മുടെ സർദാർജി തൂക്കിയെടുത്തുകൊണ്ട് വരികയാണ് നമ്മുടെ ഹീറോ. ആ സമയത്ത് നീലും അവിടെ നിപ്പുണ്ട്. നീല് സിഗ്നൽ കാണിച്ചിട്ട് ഒമറിൻ്റെ ആൾക്കാർ നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ആ ബുള്ളറ്റ്സ് എല്ലാം ഏറ്റുവാങ്ങുകയാണ് നമ്മുടെ സർദാർജി. അങ്ങനെ സർദാർജി മരിച്ചു പോവുകയാണ്. വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഹീറോ. ഇവിടെ സീൻ ഷിഫ്റ്റ് ആയിട്ട് രക്ഷപ്പെട്ടു വന്ന നിമിഷയും നമ്മുടെ മകളെയും കാണിക്കുകയാണ്. സോ നമ്മുടെ ഹീറോയുടെ മകളും നിമിഷയും കൂടിയുള്ള ഹോസ്പിറ്റലിലേക്ക് ഒമറിൻ്റെ ആൾക്കാർ വരുന്നു. സോ ഇത് മനസ്സിലാക്കി നിമിഷയും നമ്മുടെ ഹീറോയുടെ മകളും അവിടെ നിന്ന് രക്ഷപ്പെടുകയും അവർ പാർക്കിംഗ് ലോട്ടിലേക്ക് പോവുകയും അവിടെയുള്ളൊരു ആംബുലൻസിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയും ചെയ്യുകയാണ്.
ഒമർ രക്ഷപ്പെടുത്താൻ നോക്കിയ 3 പേരിൽ ഒരാൾ ഡ്രെയിനേജ് വഴി പിന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമർ അതേസമയം ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ച ആളെ വിളിക്കുന്നു. അയാൾ പറയുന്നു നിമിഷയും ഹീറോയുടെ മകളും രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം. എന്നാൽ ശരിക്കും അവർ ആംബുലൻസിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതറിയാതെ ഒമറിന്റെ ആള് ആംബുലൻസും എടുത്ത് ജയിലിലേക്ക് പോകുന്നു. ആ സമയത്ത് ഹീറോയെ കാണിക്കുന്നുണ്ട്. ഹീറോ ഡ്രെയിനേജ് പൈപ്പിന്റെ അവിടെ പോയി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളെ കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നീല് വരുന്നു. നീല് വന്നിട്ട് ഹീറോയെ അറ്റാക്ക് ചെയ്തിട്ട് മറ്റേ ആളുടെ കെട്ട് അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഡ്രെയിനേജ് കുഴിയിലേക്ക് വീഴുകയാണ്. അതേസമയം ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ ഹീറോയെ കാണുന്നില്ല, നീലിനെയാണ് കണ്ടത്. നീല് എക്സ്പ്രഷൻ കൊടുത്തത് ഹീറോയിൻ CCTV വഴി കണ്ടു. ആ സമയത്ത് മനസ്സിലായി സർദാർജി മരിക്കാൻ കാരണം നീലാണ് എന്നുള്ളതും നീല് ഒമറിന്റെ കൂടെ ആണെന്നുള്ളതും നമ്മുടെ ഹീറോയിന് മനസ്സിലാകും. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒമർ ഹീറോയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒമർ എങ്ങനെ CCTV വഴി നോക്കുന്ന സമയത്ത് ആംബുലൻസിൽ എന്തോ സൗണ്ട് കേൾക്കും. അങ്ങനെ ആംബുലൻസിന്റെ അകത്തേക്ക് പോയി തുറന്നു നോക്കുമ്പോഴാണ് അവിടെ നിമിഷയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ മകളും. സോ ഇവർ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് നമ്മുടെ ഹീറോയിനെ, ഈ 3 ആൾക്കാരെ തുറന്നു വിടാൻ വേണ്ടി. നമ്മുടെ ഹീറോ അകപ്പെട്ടു പോയ ഡ്രെയിനേജ് പൈപ്പിലേക്ക് ഒരുപാട് വെള്ളം നിറയുന്നുണ്ട്. സോ ഇതേ സമയം ഒമർ നമ്മുടെ ഹീറോയുടെ മകളെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഹീറോയിനെ, അല്ലെങ്കിൽ നമ്മുടെ ജയിലറായിട്ടുള്ള എമി ജാക്സനെ. സോ പുള്ളിക്കാരത്തി 3 ആൾക്കാരെ റിലീസ് ചെയ്യുന്നു. അതേസമയം ഒമറും സനയെ റിലീസ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുന്നു. എന്നാൽ ഒമർ സിഗ്നൽ കൊടുക്കുന്നുണ്ട് ഈ 3 ആൾക്കാർക്ക്. അങ്ങനെ അവർ നമ്മുടെ സനയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ നോക്കുകയാണ്. സോ ആ സമയത്താണ് ഹീറോ ഈ ഡ്രെയിനേജ് പൈപ്പ് പൊട്ടി ഇവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് പിന്നെ ഒരു സൂപ്പർ ഫൈറ്റാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഹീറോ ഒമറിനെ അടിച്ച് ശരിയാക്കുകയാണ്. അതുപോലെ നിമിഷയെ ആംബുലൻസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എല്ലാ ക്രിമിനൽസിനെ ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പിന്നെ കാണുന്നത് സീൻ നേരെ ഷിഫ്റ്റ് ആയിട്ട് സനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. സന ഇപ്പോൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ ഗവൺമെന്റ് ആണ് എല്ലാ ചിലവുകളും ഏറ്റെടുത്തിട്ടുള്ളത്. ഹീറോ ഒരു 30 ലക്ഷം രൂപ നമ്മുടെ സർദാർജിയുടെ ഫാമിലിക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മൂവിയുടെ ഹാപ്പി എൻഡിങ് ആണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See ya!